ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത്. എനിക്കിത് സംസാരിക്കാനുള്ളത് എപ്പിസോഡിനെ കുറിച്ച് ഒന്നുമല്ല, രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, എന്തുകൊണ്ട് നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം ബിഗ് ബോസ് സംസാരിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ പ്രമോ വന്നതിന് ശേഷം ഒരു ബിഗ് ബോസ് റിവ്യൂവർ, അറിയപ്പെടുന്ന നല്ല രീതിയിൽ ബിഗ് ബോസിന്റെ ആരാധികയാണ് എന്ന് അവകാശപ്പെടുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തി, അവരുടെ ഒരു തംബ്നെയിൽ എന്തിനു വേണ്ടിയാണ് ഇവരെ പോലുള്ള റീച്ചുള്ള ആളുകൾ, ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്നതിൽ ഏറ്റവും റീച്ചുള്ള വ്യക്തികൾ ഒരാളാണ് ഈ വ്യക്തി, എന്തിനാണ് ഇവർ ഇമ്മാതിരി തംബ്നെയിലിട്ട് വീഡിയോ ചെയ്യുന്നത്? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കുന്നില്ല. അതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ആ ഹൈപ്പും ഒന്ന് കുത്തിപ്പൊട്ടിച്ചോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഷാനവാസിന്റെ നെവിന്റെ വിഷയം എടുത്ത് സംസാരിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് പ്രേമികൾക്ക് ഒരു സൈഡിൽ നിരാശയും എന്നാൽ മറു സൈഡിൽ ആശ്വാസം പകരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത്. നിരാശ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ വിഷയം സംസാരിക്കാത്തതിലുള്ള നിരാശയാണ്. ഇനി ആശ്വാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംസാരിക്കാത്തത് കൊണ്ടുള്ള ആശ്വാസം. കാരണം ആ വിഷയം സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നെവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ നെവിൻ്റെ ക്യാരക്ടർ പുറത്ത് വേറൊരു രീതിയിൽ മാറുമായിരുന്നു. കാരണം നെവിൻ ഷാനവാസിനോട് അറിഞ്ഞോ അറിയാതെയോ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ മോശമായിട്ട് ഇൻ ദ സെൻസ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരാൾ എൻ്റെ ദേഹത്ത് ടച്ച് ചെയ്താൽ അത് മോശം രീതി തന്നെയാണ്. തോളിക്കൂടെ കൈയിടുന്നു, തോളിക്കൂടെ കൈയിടാൻ പല രീതികളുണ്ട്. എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ പല രീതികളുണ്ട്. അത് എപ്പോഴാണോ എനിക്ക് അൺകംഫർട്ടബിളായി മാറുന്നത് അപ്പോൾ അത് മോശപ്പെട്ട രീതി തന്നെയാണ്. അപ്പോൾ ഈ ഷാനവാസ് പല തവണയും നെവിനോട് പറയുന്നുണ്ട്, കൈതട്ടി മാറ്റുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അത് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് വീഡിയോ എടുത്തു വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നെവിന്റെ ക്യാരക്ടർ വേറെ ലെവലിൽ ചിത്രീകരിക്കപ്പെടും എന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ ആ വിഷയം തന്നെ എടുക്കാത്തത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഈ വിഷയം ഇന്നലെ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി എല്ലാ ആഴ്ചകളിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 7 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ആഴ്ച ഒഴികെ ബാക്കി എല്ലാ ആഴ്ചകളിലും കുൽസിതങ്ങളുടെ പ്രവാഹമായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ലാലേട്ടൻ്റെ ഒരു അവസ്ഥയെ. അതായത് ഏത് എപ്പിസോഡ് വന്നാലും അതിനകത്തൊരു കുൽസിതം ഉണ്ടാവും. സെക്കൻഡ് വീക്കെൻഡിൽ അനുമോള് അക്ബറിനെ കുറിച്ച് പറഞ്ഞൊരു ആരോപണം ഉണ്ടായിരുന്നു. അക്ബറിന്റെ നോട്ടം ശരിയല്ല. അനുമോൾ ഉദ്ദേശിച്ച രീതിക്കല്ല അത് പുറത്തു വന്നത്. അനുമോൾ ഉദ്ദേശിച്ചത് അക്ബറിന്റെ നോട്ടം ദേഷ്യത്തോടെയുള്ള നോട്ടമാണ് എന്നാണ് അനുമോൾ ഉദ്ദേശിച്ചതെന്ന് അനുമോൾ പിന്നെ പറഞ്ഞു. പക്ഷേ പുറത്തു വന്നത് അക്ബറിന്റെ നോട്ടം ശരിയല്ല. ആ നോട്ടം ശരിയല്ലെന്ന് പറയുമ്പോൾ നോർമലി ആൾക്കാർ ചിന്തിക്കുന്നത് അക്ബർ ഒരു കോഴിയാണ്, ആ ലെവലിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അത് പിന്നെ ക്ലാരിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും പ്രശ്നം, അത് പക്ഷേ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് അനുമോളെ ദേഷ്യപ്പെട്ട് ഒക്കെ ആ സാധനം എടുത്ത് കാണിച്ചു. അങ്ങനെ കാണിച്ചവർ എന്തുകൊണ്ട് ഷാനവാസിൻ്റെയും നെവിൻ്റെയും വിഷയം സംസാരിച്ചില്ല എന്നതാണ് പുറമെയുള്ള ചർച്ചാ വിഷയം. എന്തുകൊണ്ട് ആ വിഷയം എടുത്തില്ല, സംസാരിച്ചില്ല? കാരണം ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ച് നെവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാർ വരുമ്പോൾ ഈ സാധനം സംസാരിക്കാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സംസാരിക്കാത്തതിൻ്റെ നിരാശയൊക്കെ നെവിൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ നെവിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെവിൻ്റെ ഭാഗ്യമായിട്ട് മാത്രം കാണുക. കാരണം പലപ്പോഴും നെവിൻ ഷാനവാസിനോട് അറിഞ്ഞോ അറിയാതെയോ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട്. മിസ്ബിഹേവ് ഇൻ ദ സെൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടച്ചിങ്, ഒരാൾക്ക് അൺകംഫർട്ടബിൾ ആവുന്ന ലെവലിലുള്ള ടച്ചിങ് നെവിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം എടുക്കാതിരുന്നത് നന്നായി എന്ന് തന്നെ നെവിൻ ചിന്തിക്കുക. അപ്പോൾ ഇന്നലെ നെവിൻ്റെ ഫേസ് ഫുൾ ഒരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. മാത്രമല്ല എനിക്ക് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു ലാലേട്ടൻ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇടയിൽ കൂടി ആണെങ്കിലും അല്ലെങ്കിൽ ഈ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അതൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും അങ്ങോട്ട് എത്തുന്നില്ല. എല്ലാവരുടെയും മുഖത്തൊരു നിരാശാഭാവമാണ് പൊതുവേ ഞാൻ കണ്ടത്. ഇത് എൻ്റെ കാഴ്ചപ്പാടാണ്, ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഒട്ടും ഫെയർ ആയിട്ട് തോന്നുന്നൊരു കാര്യം, എന്തിനാണ് എല്ലാ ആഴ്ചയും വന്നിട്ട് അനുമോളുടെ മെക്കിട്ട് കയറുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും എന്തോ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിനകത്തും ഒരു ഉത്തരം വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നത്? അതിനേക്കാളും തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇല്ലേ? ജിസേല് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് മാത്രം ക്യൂട്ട്നെസ് വാരിങ്ങെറിയാണ്. ആര്യൻ ലാലേട്ടൻ വരുമ്പോൾ മാത്രം അവൻ പൊട്ടം കളിക്കുകയാണ്. അവരെ മറ്റേ പാമ്പർ ചെയ്തും അനുമോളെ ഫയർ ചെയ്യുന്ന കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം പലരും പറഞ്ഞു വരും നീ അനുമോളുടെ PR ആണെന്ന്. ഒന്നുമല്ല, അനുമോളുടെ യാതൊരു PR വർക്കും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കാണുന്നത് പറയണമല്ലോ, അത് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ എപ്പിസോഡിലും അനുമോളുടെ മെക്കിട്ട് കയറാൻ വേണ്ടി ഷോ ഡയറക്ടർക്ക് അനുമോളോട് എന്തെങ്കിലും പ്രത്യേക ഗ്രഡ്ജ് ഉണ്ടോ? അല്ല, ഷോ ഡയറക്ടർ പറയുന്ന കാര്യങ്ങളാണല്ലോ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്നത്. അല്ലാണ്ട് ലാലേട്ടൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ വന്ന് വിളമ്പുന്നതല്ലല്ലോ. അപ്പോൾ ഷോ ഡയറക്ടർക്ക് അനുമോളോട് എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത് കൊണ്ടാണോ, അതോ ഇനി അനുമോൾക്ക് പേയ്മെൻറ്റ് കൂടുതൽ കൊടുക്കുന്നുണ്ടോ, പെട്ടെന്ന് ഔട്ടാക്കി വിടാൻ വേണ്ടി നോക്കുന്ന അതുകൊണ്ടാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ കണ്ടപ്പോഴും തോന്നിയൊരു കാര്യം അത് തന്നെയാണ്. അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതെന്തിൻ്റെ പേരിലാണ് എന്നുള്ളത് എപ്പിസോഡ് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും കാണാം. ഇനി അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ
ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതിൽ അത്യാവശ്യം പേരെടുത്ത് നിൽക്കുന്ന, അത്യാവശ്യം കൂടുതൽ പേരെടുത്ത് നിൽക്കുന്ന പല ഇൻ്റർവ്യൂകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ്, ഒരു റിവ്യൂവറാണ് രേവതി. ഈ രേവതിയുടെ ഇന്നലത്തെ ഒരു തംബ്നെയിൽ ഷാനവാസിന്റെ നാട്ടക്കേസ് എടുക്കാൻ പോലും ലാലേട്ടന് താല്പര്യമില്ല ? എന്താണ് ഷാനവാസിന്റെ നാട്ടക്കേസ്? ഷാനവാസ് ആണോ ആ വിഷയം ബിഗ് ബോസിന്റെ അടുത്ത് ഉന്നയിച്ചത്? ഷാനവാസ് എന്തുകൊണ്ടാണ് ആ വിഷയം എടുത്തിടേണ്ട സാഹചര്യം ഉണ്ടായത്? ആദിലെയാണ് ആദ്യം നെവിനെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആ വിഷയം എടുത്ത് ഇട്ടത് അല്ലേ? ആദിലെയാണ് ഇട്ടത്. ഇത് ശരിക്കും നെവിന്റെ നാട്ടക്കേസാണ്, ഷാനവാസിന്റെ അല്ല. ഇത് രേവതി എന്തിനാണ് ഇമ്മാതിരി തമ്മിൽ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റീച്ചിന് വേണ്ടിയാണോ? രേവതിയെ പോലെ ഒരാൾ ചെയ്തുകൊണ്ടാണ് എനിക്കിത് സംസാരിക്കേണ്ടി വന്നത്. ബിഗ് ബോസ് അരച്ച് കലക്കി കുടിച്ച് നടക്കുന്ന രേവതിയെ പോലെ ഒരാൾ ഈ സാധനം എടുത്ത് വെച്ചത് കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. നാളെ രേവതി വന്നിട്ട് എൻ്റെ വീട്ടുകാരെ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഞാൻ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, കാരണം രേവതിയുടെ സ്ഥിരം ഒരു പരിപാടിയാണ് എൻ്റെ വീട്ടുകാരെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഞാൻ നിങ്ങൾ മാത്രം പറയുന്നത്, നിങ്ങൾ ചെയ്ത തെറ്റിനെ മാത്രമാണ് പറയുന്നത്. ആ തംബ്നെയിൽ വളരെ മോശമായിപ്പോയി. ഷാനവാസിൻ്റെ നാട്ടുകേസ് എങ്ങനെയാണ് അതാവുന്നത്? ഷാനവാസിനോട് ചെയ്ത പ്രവൃത്തി ഷാനവാസ് ആദിലയോട് പറഞ്ഞു, അത് റാൻഡമായിട്ട് പറഞ്ഞൊരു കാര്യം ആദിലെ അതൊരു വലിയ വിഷയമാക്കി മാറ്റി. ഓക്കെ, ഇനി ഇത് നാട്ടുകേസ് ആരുടെ? നെവിൻ്റെ ആണെന്ന് ഞാൻ പറയാൻ കാരണം നെവിനാണ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത് ഇത് തെളിയിക്കണം, പ്രൂവ് ചെയ്യണം. കൺഫെഷൻ റൂമിൽ പോയിട്ട് കരഞ്ഞു മെഴുകി ചോദിച്ചത്. ബിഗ് ബോസ് വാക്ക് കൊടുക്കുകയും ചെയ്തു, പക്ഷെ അത് കാണിക്കാത്തത് നെവിൻ്റെ ഭാഗ്യം. അപ്പോൾ അതെങ്ങനെയാണ് ഷാനവാസിൻ്റെ നാട്ടുകേസ് ആവുന്നത്? ഷാനവാസ് അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലത്തെ ലൈവ് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അപ്പോഴും ആദിലോടും നൂറയോടും ഷാനവാസ് പറയുന്നത് നിങ്ങൾക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഞാനിത് സോറി പറഞ്ഞ് ഒഴിവാവാം, ഞാനത് സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമേ ഉള്ളൂ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാവാം, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ സോറി പറയേണ്ട ആവശ്യമില്ല, ഞാൻ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ലാലേട്ടൻ്റെ മുമ്പിലാണെങ്കിൽ ഞാൻ സംസാരിക്കും, എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോവും എന്ന് ഷാനവാസാണ് പറഞ്ഞത്. അത് അയാളുടെ നല്ല മനസ്സെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അയാൾക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ ആ സ്ട്രോങ് ലെവലിൽ നിൽക്കാം. പക്ഷേ ആദിലേക്കും നൂറയ്ക്കും വേണ്ടി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് കേട്ടോ. ആദിലെ ഈ വിഷയം എടുത്തിട്ടതുകൊണ്ട്, ആദിലേക്ക് നൂറയ്ക്കെന്ന് പറയുന്നില്ല, ആദിലെ ഈ വിഷയം എടുത്തിട്ടതുകൊണ്ട് അവരെ ആ രണ്ട് വ്യക്തികളെയും ഷാനവാസ് അത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ട്. മനുഷ്യനാണല്ലോ, അവർക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടി ഷാനവാസ് എന്ത് ചെയ്തു? ആ വിഷയം മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മനസ്സിലാക്കുന്നതാണ്. എത്രമാത്രം ശരിയുണ്ടെന്നല്ല എനിക്കറിയില്ല, നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ആ സമയത്താണ് ആദിലെ നൂറയും ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആദില അത് സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നു പറയുന്നു. ആദില സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല, സംസാരിക്കുമായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. ആദിലയുടെ സ്റ്റാൻഡ് പണ്ട് നമ്മൾ കണ്ടതാണ്. അതായത് അനുവിൻ്റെ ഒരു വിഷയം വന്നപ്പോഴേക്കും ആദില നേരെ മറുകണ്ഠം ചാടിയൊരു കഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയത്തിലും ആദില എവിടെ നിൽക്കുമെന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ സമയത്ത് ആദിലയുടെ യുക്തി പോലിരിക്കും. അപ്പോൾ എന്നിട്ടും ഷാനവാസ് പറഞ്ഞു, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇനി സോറി പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇത് നടന്ന കാര്യമാണ് എന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് ഷാനവാസിൻ്റെ നാട്ടുകേസ് ആവുന്നത്? നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ ഒരു തംബ്നെയിൽ കൊടുത്തത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങളെപ്പോലെ ഒരാൾ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ അത് റീച്ച് വരും. അപ്പോൾ ഇമാതിരി ഒരു തംബ്നെയിൽ വ്യക്തിഹത്യാപരമായിട്ടല്ലേ ചെയ്തേക്കുന്നത്? ഷാനവാസിൻ്റെ നാട്ടുകേസ് അതൊട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല രേവതി. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ പറയുക, ആ തംബ്നെയിൽ നല്ലതായിരുന്നോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുക, നല്ലതായിരുന്നോ? മുൻപ് ഞാൻ രേവതിയുടെ വീഡിയോ കണ്ടിട്ടാണ് പലപ്പോഴും ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അറിയാറുണ്ടായിരുന്നത്, കാരണം എപ്പിസോഡ് കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ രേവതിയുടെ വീഡിയോസ് ഞാൻ കാണാറില്ല. ഇത് നമ്മുടെ ടൈം ലൈനിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടൊരു തംബ്നെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്ത് സംസാരിക്കുന്നത്. ഈ വീഡിയോ പോലും ഞാൻ വെക്കാൻ തയ്യാറാവാത്തത് അതുകൊണ്ടാണ്. തംബ്നെയിൽ അകത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഷാനവാസിൻ്റെ നാട്ടുകേസ് ഇങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ അത് ഒരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്ക്, ഇപ്പോൾ ഷാനവാസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷേ ഇതുവരെ രേവതി റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലല്ല റിവ്യൂ ചെയ്യുന്നതെന്ന് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കി അറിയാൻ പറ്റും. നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് പേര്, പണ്ടൊക്കെ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസ് വന്നുകൊണ്ടിരുന്ന രേവതിയുടെ കമന്റ് ബോക്സിൽ ഇപ്പം കൂടുതലും നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അതിനെയാണ് നിങ്ങൾ പറയുന്നത് PR ചെയ്തതാണെന്ന്. PR ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യുന്നതാണെന്ന് പറയുന്നു. അതിനകത്ത് കുറേ ഒറിജിനൽ പ്രൊഫൈലും കാണാറുണ്ട്, പലരുടെയും മുഖമുള്ള പ്രൊഫൈലുകളും കാണാറുണ്ട്. അവരെല്ലാം PR വർക്കേഴ്സ് ആണോ? അപ്പോൾ അതുകൊണ്ട് രേവതി ഇനി വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് തംബ്നെയിലെങ്കിലും ഒന്ന് മാന്യമായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. മാന്യത ഇൻ ദ സെൻസ് വ്യക്തിഹത്യാപരമാവാതിരിക്കുക. ഈ ഷാനവാസിൻ്റെ നാട്ടുകേസ് ആ വേർഡ് അത് വളരെ മോശമായി പോയി, പറയാതിരിക്കാൻ വയ്യ. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.